ഗൈസ്, അപ്പം ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് വന്നിട്ട് ഏഴിക്കരയാണ്. ഏഴിക്കര എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരുള്ള ഒരു ഗ്രാമമാണ് ഏഴിക്കര. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് വന്നിട്ട് ഒരു കെട്ടിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാനാണ് ഇന്ന് ഈ വ്ളോഗ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാനായിട്ട്. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് ഒരു ചെമ്മിക്കെട്ടാണ്. ഇങ്ങനെ 6 മാസം ചെമ്മിക്കെട്ട്, 6 മാസം കൃഷി അങ്ങനെ. പക്ഷെ ഇപ്പം കൃഷി അങ്ങനെ ഉണ്ടാവാറില്ല. ചെമ്മിക്കെട്ട് ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് കണ്ട, അത് ഒരെണ്ണം താറാവും, മറ്റേത് 2 താറാവല്ല കേട്ടോ. അതൊരു താറാവാണ്, പക്ഷെ കാട്ടു താറാവ് അങ്ങനെ പറഞ്ഞ എന്തൊരു സാധനമാണ് അത്. അത് പറക്കും. അത് താറാവിനെ ഹൈറ്റിൽ പറക്കും. മറ്റേ നടുക്കുള്ളത് സത്യമാണ്. കാട്ടു താറാവ് വേറെന്തോ വേറെ ഇതൊക്കെ ഇടോ. ചുക്കറിയാൻ പാടില്ല, വെറുതെ പറയണത്. താറാവിന്റെ കുഞ്ഞുങ്ങളാന്ന് അല്ലല്ല, താറാവിന്റെ കുഞ്ഞുങ്ങളല്ല. അതാണ് നേരത്തെ പറന്നു പോയത്. അതാണത്. അല്ലാണ്ട് താറാവല്ല. നടുക്കുള്ള താറാവാണ്. അത് നമ്മുടെ താറാവ്. മറ്റേത് 2 താറാവല്ലത്. ന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കാറ്റുണ്ടാവും കേട്ടോ. കാറ്റ് കിട്ടും, പക്ഷെ രാത്രി കാറ്റുണ്ടാവൂല. അത് ഒരു പ്രത്യേക എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ സമയത്തൊക്കെ നല്ല കാറ്റായിരിക്കുള്ളൂ. പിന്നെ രാത്രി ആകുമ്പോൾ അങ്ങനെ കാറ്റ് കിട്ടുമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീടിന് ചുറ്റും ഇവിടെ കണ്ടൽ കാടായിരുന്നു. ഒരു പ്രാവശ്യം ഇതൊക്കെ കണ്ടലാണ് കേട്ടോ. കണ്ടലായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ കാറ്റ് വന്നിട്ട് ഈ കണ്ടല് മറിഞ്ഞ് നമ്മുടെ വീടിന്റെ മേളിലാണ് വീണത്. എന്നിട്ട് അച്ഛൻ വെട്ടി നിർത്തിയേക്കണാണ് ഇത്. ഈ കാണുന്ന കണ്ടലാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം തേങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തേങ്ങക്കൊന്നും പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തുട്ടാ, പിന്നെ ഇപ്പം ഈ സീസണിൽ വന്നൊരു സാധനമാണ് കോളവാഴ. നമുക്ക് ഇതേ നിറച്ച് നമ്മുടെ ഇവിടെ കോളവാഴ ആയിട്ടുണ്ട്. പക്ഷെ കോളവാഴ ഉണ്ടായാലും ഇതെന്ന് വെച്ചാൽ ഇവിടെ പാമ്പ് ഉണ്ടാവും എന്നാ പറയണത്. പക്ഷെ ഇതുവരെ പാമ്പിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നമ്മൾ പോയി ഈ മഴക്കാർ ആണ് നമ്മ ഇറങ്ങിയപ്പോ അപ്പം പോണോ പോകണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ മഴക്കാർ പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ. ആ അറ്റത്തുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം പോവാം. അപ്പം നമ്മ നേരത്തെ പറഞ്ഞില്ലേ വീടിന്റെ ബാക്കിലത്തെ സ്ഥലം അതാണ്ട് ഇത്. അതിന്റെ ചെറിയിലോട്ടുള്ള വരമ്പാണില്ല. അപ്പൊ നമ്മ വരമ്പിലൂടെയാണ് പോണത്. അങ്ങനെ അണ്ട് ഇവിടെ നെല്ല് ഈ പ്രാവശ്യം നെല്ല് ഇനി വിത്തിട്ടിട്ടുണ്ടായി. പക്ഷെ നെല്ല് അങ്ങനെ പിടിച്ചില്ല കേട്ടാ. എന്ത് പറ്റിന്ന് അറിഞ്ഞൂടാ, നെല്ല് പിടിച്ചില്ല. അങ്ങനെ കണ്ടാ, നെല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇവിടെ വഞ്ചി, നേരത്തെ ആ ചേട്ടൻ വന്ന വഞ്ചിയാണിത്. നല്ല കാറ്റുണ്ട്. എന്റെ സൗണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പണ്ട് ഇവിടെയൊക്കെ നടക്കാൻ വരുമായിരുന്നു. പണ്ട് അപ്പുറത്തൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ നടക്കാൻ വരും ഞങ്ങൾ ഇവിടത്തെ പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും കല്യാണം കഴിഞ്ഞ് ആരും അങ്ങനെ വരാറില്ല. അവിടൊക്കെ കാടായി. കണ്ട, അതൊരു ഗ്രൗണ്ടായിരുന്നു. അപ്പം കാടായി. അങ്ങനെ ഇത് മാറ്റ് ഇട്ടൊക്കെയാണ്. ഇവിടെ ചെളി വരാണ്ടിരിക്കാൻ വേണ്ടി മാറ്റ് ഇട്ടൊക്കെയാണ്. ഇത് ചെയ്തത് തൊഴിലുറപ്പുകാരാണ്. ഇവിടെയും ഇതും നമ്മ ഇപ്പൊ നടക്കണ ഈ വരമ്പും നിറച്ച് കാടായിരുന്നു. എന്നിട്ട് തൊഴിലുറപ്പുകാർ വന്ന് വെട്ടി തളിച്ച് ഇവിടെ മാറ്റിട്ട്. അപ്പൊ ആ കാണുന്നത് നമ്മുടെ വീടാണ്. നമ്മ അതിന്റെ മുകളിൽ നടുള്ള ഇതെടുത്തോണ്ടിരുന്നത്. ആ കാണുന്നത് നമ്മുടെ വീടാണ്. കണ്ട ആ ടാങ്ക്, സ്റ്റെയർ റൂം ഒക്കെ കാണുന്നത് നമ്മുടെ വീടാണ്. പക്ഷെ ക്ലിയർ അല്ല. അവിടെ കാടായി. ഇപ്പൊ കാടായി അവിടെ കണ്ടില്ല. ആ കാണുന്നത് നമ്മുടെ വീടാണ്. ഇവിടം വരെയും പോയിട്ട് വരാട്ടാ.
നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ കാടാണെന്ന് തോന്നുന്നു. കാടല്ലെങ്കിൽ അറ്റം കാണിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോരും കേട്ടാ. ഈ ഇതിൻ്റെ അപ്പുറത്ത് ചെറായി അതൊക്കെയാണ് കേട്ടാ, ഈ പുഴയുടെ അപ്പുറത്ത്. നമ്മളെക്കാളും മുമ്പ് നമുക്ക് വേറൊരാൾ പോകണുണ്ട്. ഇത് വേണ്ട, അതാണ് നമ്മുടെ ഇന്നയക്കുട്ടി. ഇത്രയും ദൂരം വന്നിട്ടാ, ഇത്രയും ദൂരം എത്തി. അപ്പൊ നമ്മ അങ്ങോട്ട് പോണില്ല, അവിടെ കാടാണ്, അവിടെ ശരിയാക്കിയിട്ടില്ല. അപ്പൊ അങ്ങോട്ട് പോണില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതാണ് കൊളവാഴ. ആഫ്രിക്കൻ പായൽ ആഫ്രിക്കൻ പായൽ ഇതല്ല, ഇതല്ലേ ഇത് നിറച്ചായാല് ഇതില് പൂവ് ഉണ്ടാവുമ്പോ കാണാൻ ഭംഗിയാണ് കേട്ടാ. പക്ഷെ ഈ ഭംഗി പോലെ ഇച്ചിരി ഡേഞ്ചറാണ്. ഇനി അടുത്ത് നമ്മ പോകാൻ പോണെന്ന് വെച്ചാല് അച്ഛൻ നിക്കണ കെട്ടിലോട്ടാണ്. അത് ഇവിടെ അല്ല, അത് കുറച്ച് പോണം, നമുക്ക് വണ്ടിക്ക് പോണം. അപ്പൊ ഇനി നമ്മ അവിടെ ചെന്നിട്ട് കാണിച്ചാൽ, ഇതിപ്പോ നമ്മുടെ വീടിന്റെ ബാക്കിലാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളെ അച്ഛൻ്റെ കെട്ടിലോട്ട് പോണേണ്. അപ്പൊ ഇതാണ് കേട്ടാ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഈ വഴി പോണോട്ടാ. അപ്പൊ ഈ വഴിയിലൂടെയാണ് അച്ഛൻ്റെ കെട്ടിലോട്ട് പോണത്. പക്ഷെ ഇവിടെ നെല്ല് പിടിച്ചിട്ടുണ്ട് കേട്ടാ, നെല്ല് കൃഷി പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നെല്ലായി വിളഞ്ഞിട്ടുണ്ട് നെല്ല്. ഇനി ഇത് ഒന്നും കൂടി വിളഞ്ഞ് കഴിയുമ്പോ ഇത് ആൾക്കാർ കൊയ്യാൻ വരും. പക്ഷെ അധികമില്ല കേട്ടോ, ഒരു ചെറിയൊരു പോഷൻ മാത്രമേ ഉള്ളൂ, അധികമില്ല. ഇപ്പൊ വന്നിട്ട് 5 മണി ആയിട്ടുള്ളൂ. പക്ഷെ കാണുമ്പോ ഒരു 6:30 സന്ധ്യ ആയ പോലെ ഉണ്ട്. അതുകൊണ്ട് വെട്ടം കുറവാണ്. ഇത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അവിടെ നിന്ന് ഇടം വരെ ഒരു 100 മീറ്റർ ഉണ്ടാവുമല്ലേ. നമ്മ ആ അറ്റത്തുനിന്നാണ് വന്നത്, ആ അറ്റം കാണാൻ പറ്റണില്ല. ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട്. ഇവിടെ ഓരോ സെക്ഷൻ കെട്ടുകളാണ്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ കെട്ടുകളുണ്ട്. കാണുന്നതാണ് അച്ഛൻ്റെ തൂമ്പ്. അവിടെയാണ് അച്ഛനൊക്കെ കിടക്കണതും പിന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണതും ഒക്കെ അവിടെയാണ്. വല ഇട്ടതിന് ശേഷം എല്ലാം വന്ന് അടിയണത് അവിടെയാണ് വല പൊക്കണത്. വരമ്പിന് അപ്പുറത്തും ഇപ്പുറത്തും തെങ്ങാണ് കേട്ടോ, നിറച്ച് തെങ്ങാണ്. അപ്പം നമുക്ക് കരിക്കൊക്കെ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു തെങ്ങുകളാണ്, നമുക്ക് കൈയൊക്കെ എത്തിച്ച് പൊട്ടിക്കുക. അപ്പം ഇതാണ് കേട്ടോ തൂമ്പ്. അങ്ങനെ നമ്മ അച്ഛനെ കണ്ടിട്ടാ അവരെന്തെടുക്കണേ നോക്കാം. കയ്യെ തിരിച്ച് പൊട്ടിക്കാനുള്ളൂ കണ്ട. അപ്പൊ ഈ കാണുന്നതാണ് കെട്ടിന്റെ മാടം. ഇവിടെ നമ്മൾ ഇതിന് മാടം എന്നാണ് പറയണത്. അപ്പൊ ഇവിടെയാണ് അച്ഛനൊക്കെ കിടക്കണത്. അപ്പൊ ഇതാണ് അച്ഛൻ കേട്ടാ. അപ്പൊ ഇവിടെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. ചൂടൊന്നും അറിയൂല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കിടന്നാല്. അപ്പൊ ഞാൻ ഇതിന്റെ പരിസരമൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കെട്ട്. അപ്പൊ ഇവിടെയാണ് ഈ ചെമ്മീനൊക്കെ പിടിക്കണത്. ഇത് ചെമ്മീൻ പിടിക്കണ വലയാണ്. പിന്നെ ഇപ്പുറം കാണുന്നത് പുഴയാണ് കേട്ടോ. ഈ പുഴയിൽ ഒരു ചീന വലയുണ്ട്. അതിപ്പോൾ ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഒന്നുമില്ല.
പിന്നെ ഞാൻ മാടത്തിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കിടക്കണത്. പിന്നെ കുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ കെട്ടെടുത്താൽ പിന്നെ നമുക്ക് അങ്ങനെ വീട്ടിൽ വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളുപ്പിനൊക്കെയാണ് മീനൊക്കെ പിടിക്കണത്. പിന്നെ വേലിയേറ്റ് ഇറക്കാതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അച്ഛൻ ഇടയ്ക്ക വരാറ്. നമ്മൾ വഞ്ചിക്ക് പോണേ കേട്ടോ അച്ഛൻ്റെ. എല്ലാവരും നോക്കി കണ്ട പീന്ന് വഞ്ചിക്ക് പോണേ കേട്ടാ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കയറിയിട്ട് പിന്നെ ഇപ്പോഴാണ് കയറണം വഞ്ചിയിൽ. ഇടിപ്പോ നമ്മളീൻ്റെ മടിയിലൊക്കെ ഇടി. അങ്ങനെ വഞ്ചിക്കൊരു റൗണ്ട് അടിച്ചതിന് ശേഷം തന്നെ നമ്മൾ പോരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒപ്പമുള്ള ചേട്ടൻ പറഞ്ഞ് ഇതേ കരിക്കിട്ടര പിള്ളേർക്ക് കൊടുക്കുന്ന പറഞ്ഞ്. എന്നിട്ട് ആ ചേട്ടൻ തന്നെ കരിക്ക് പൊട്ടിച്ച്. അപ്പോൾ കരിക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ വെള്ളത്തിൽ പോയിട്ടാണ്. പിന്നെ ഈ വരമ്പിൻ്റെ സൈഡിലായതുകൊണ്ട് ആ ചേട്ടൻ തന്നെ എടുത്ത്. അങ്ങനെ അച്ഛനോട് പറഞ്ഞ് വാക്കത്ത് എടുത്തുകൊണ്ടുമ്പോൾ ആ വെട്ടി കൊടുക്കുന്ന പറഞ്ഞ്. അങ്ങനെ അച്ഛൻ തന്നെ നമുക്ക് കരിക്ക് വെട്ടി തന്നിട്ടാ. വാക്കത്ത് ഇരുന്നോടിക്കണമെന്ന് ഇഷ്ടമല്ലെന്ന് അപ്പൊ നമ്മ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. Ta-da. Ta-da.